മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദശാംശ സംഖ്യകളെ കുറിച്ചിട്ടാണ്. ദശാംശ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് ഹൈസ്കൂൾ ക്ലാസ് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സ്. ഡെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയാം 10നെയാണ് ഉദ്ദേശിക്കുന്നത്. ദശം എന്ന് പറഞ്ഞാലും അതേപോലെ 10നെയാണ് ഉദ്ദേശിക്കുന്നത്. ദശാംശം നമ്പർ എന്ന് പറയുമ്പോൾ 10 അംശിക്കുക എന്നിട്ട് ഭാഗിക്കുക, 10 ഭാഗിച്ചിട്ടുള്ള നമ്പറുകൾ നോക്കാം. ഇവിടെ ഞാനിപ്പോൾ 10 എണ്ണം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 10 ബോക്സ് കാണുന്നുണ്ട്. ആ 10 ഈ ഒന്നിന, ഈ വലിയ ഒന്നിന ഞാൻ എന്ത് ചെയ്തു 10 പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് അതിലത്തെ ഒരു പീസാണ്. അതായത് നമ്മൾ ഫ്രാക്ഷനിൽ പറയുകയാണെങ്കിൽ 1/10, 10ൽ 1 ഈ പീസ്. കറക്റ്റ് ആണല്ലോ. ഈ 10ൽ 1 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ആണ്. ഇതിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ അത് പറയും 0.1 എന്ന് പറയും. അതായത് ഡെസിമൽ 1 എന്ന് പറയും. അതായത് അർത്ഥം വെച്ചാൽ അത് തന്നെ ഇതിന്റെ മറ്റൊരു രൂപം. ഓക്കെ, ഇത് ഫ്രാക്ഷൻ ഫോം, ഇത് ഡെസിമൽ ഫോം. അപ്പോൾ എങ്ങനെയാണ് ഈ ഡോട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ ഡോട്ട് വന്നിട്ട് ഒരു നമ്പർ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം 10 പീസാക്കിയിട്ട് ഒരു പീസ് വന്നു എന്നുള്ളതാണ്. ഇനി ഡെസിമലിന് ശേഷം 4 വന്നാൽ അതിൻ്റെ മീനിങ് 10 പീസാക്കിയിട്ട് 4 പീസ് എന്നാണ്. അപ്പോൾ ഡെസിമൽ 4 എന്ന് പറഞ്ഞ അർത്ഥം 4/10 എന്നാണ്. അതിനെ ഇതേമാതിരി ചിത്രത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ 4 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? 2, 3, 4 എണ്ണം. ഈ ഇത്രയും ഭാഗമാണ് ഡെസിമൽ 4 അല്ലെങ്കിൽ 4/10 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഒരു ഡോട്ടിന് ശേഷം ഡോട്ടിന് ശേഷം വരുന്ന നമ്പർ ഉദ്ദേശിക്കുന്നത് 10ൽ എത്ര എന്നുള്ളതാണ് ഡെസിമൽ. കറക്റ്റ്. ഓക്കെ, ഡെസിമൽ 7 എന്ന് പറഞ്ഞാൽ 7, അതായത് 10 പീസിൽ 7 പീസ്. ഓക്കെ, അത് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇനി ഈ 2 ഡെസിമൽ വന്നാലോ 0.01 വന്നാൽ എന്താ മീനിങ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു സാധനത്തിന് 10 പീസല്ല 100 പീസാക്കിയിട്ട് മാറ്റണം. 100, അതിപ്പോ എനിക്ക് ഇവിടെ വരക്കാൻ പറ്റാത്തത് ഞാൻ വരക്കുന്നില്ല. 100 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അതിലത്തെ ഒരു കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? 0.01. 0.03 എന്ന് പറഞ്ഞ അർത്ഥം ഈ രണ്ടാമത്തെ സ്ഥാനത്തെ നമ്പർ, ഇവിടെ നമ്പർ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടത്തെ നമ്പർ വരുമ്പോൾ അർത്ഥം 100 കഷ്ണാക്കിയിട്ട് 3 എണ്ണം എടുത്തു എന്നതാണ്. ഇനിയോ 0.24 വന്നു വെച്ചോ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 100 കഷ്ണാക്കിയിട്ട് 24 കഷ്ണം എടുത്തു എന്നാണ്. 100 കഷ്ണാക്കിയിട്ട് 24. വേണമെങ്കിൽ മറ്റൊരു തരത്തിലും പറയാം, 10 കഷ്ണാക്കിയിട്ട് 2, 100 കഷ്ണാക്കിയിട്ട് 4 എന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ആക്കി പറയാം. അതിനെക്കാട്ടി നല്ലത് 100 കഷ്ണാക്കിയിട്ട് 24. അപ്പൊ ഈ 2 ഡെസിമൽ വരുമ്പോൾ 100 ബന്ധപ്പെട്ടിട്ടും 1 ഡെസിമൽ വരുമ്പോൾ 10 ബന്ധപ്പെട്ടിട്ടുമാണ് നമ്മളുടെ ഡെസിമൽ വരിക. അപ്പോൾ ഏത് നമ്പറിനെയും ഡെസിമലിലേക്കും അതേപോലെ തന്നെ ഫ്രാക്ഷനിലേക്കും മാറ്റാൻ പഠിക്കലാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഞാൻ നമ്പർ പറയാം. ഇപ്പൊ 5/10, 5/10നെ നിങ്ങൾക്ക് ഡെസിമലാക്കി എഴുതാൻ പറയണം. നിങ്ങൾക്ക് ഇപ്പൊ 7/10 നിങ്ങൾക്ക് എഴുതാൻ പറ്റി പറയണം. ഇനി 25/10 ഇങ്ങനെ വന്നാലോ അതും കുഴപ്പമില്ല. നോക്ക്, 5/10നെ നിങ്ങൾ എഴുതി 0.5 അല്ലെ, 10 ഒരു 10ലാക്കുമ്പോൾ ഒരു ഡെസിമൽ. 7/10നെ എഴുതി 0.7. ഈ 25നെ എഴുതി ഒരു ഡെസിമലേ പാടുള്ളൂ. അപ്പൊ ഇവിടെ കുത്തിടാൻ പറ്റുമോ? 0.25 ആക്കാൻ പറ്റില്ല, 2 ഡെസിമൽ വരും. അപ്പൊ 100 കഷ്ണാക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 2.5 വരും. ഓക്കെ, 0.25 എഴുതാൻ പറ്റില്ല. നോക്ക് സംശയം നോക്കുക. ഇതിനെ 0.25 എഴുതിയ എന്താ അർത്ഥം? 2 ഇവിടെ രണ്ടാമത്തെ സ്ഥാനത്ത് എത്തുമ്പോ കുത്തിട്ടിട്ട് രണ്ടാമത്തെ സ്ഥാനത്ത് എത്തുമ്പോൾ 100 കഷ്ണാക്കി അർത്ഥം. ഇവിടെ 10 കഷ്ണയാക്കുന്നുള്ളൂ. അപ്പൊ ഈ ഉത്തരം തെറ്റാണ്. അപ്പൊ എന്താ വരിക? ഒറ്റ ഡെസിമലേ പാടുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഏടിയിലാണ് കുത്തു വരിക. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ചിട്ട് പറയാം. 0.4 ഇതിനെ ഫ്രാക്ഷൻ ആക്കി പറയാം. 0.23 ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് പറയാം. 0.124
അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ആക്കിയിട്ട് പറയാം. അത് എഴുതാൻ പറ്റും. ഇതെത്ര വരും? 4/10 ഒരു ഡെസിമൽ. ഇവിടെ എത്ര വരും? 23/100. 2 ഡെസിമൽ ഉണ്ടായത് 100 വന്നു. ഇവിടെ എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ 100 മതിയാവോ? ഇല്ല. അപ്പൊ 124/100ന്റെ അടുത്ത നമ്പർ എത്രയാ വരിക? അടുത്ത 0 വരുന്ന നമ്പർ 1000. ഇങ്ങനെ എഴുതി പോകാൻ. അപ്പൊ ഈ രീതിയിൽ നിന്ന് ഇത് എഴുതാനും ഇങ്ങനെ എഴുതുന്നതിന് ഇങ്ങനെ എഴുതാനും. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ഒരു ഡെസിമൽ എന്ന് പറഞ്ഞാല് ഒരു 0 10നെ കൊണ്ട്, 2 ഡെസിമൽ എന്ന് പറഞ്ഞാല് 2 0. തിരിച്ചിട്ടും ഒരു 0 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ, 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ, 100നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 27/100 ആണെങ്കിൽ അതിന്റെ ആൻസർ 0.27. കാരണം എന്താ? ഈ 100 2 0 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെസിമലിനെ തിരിച്ചും എഴുതാൻ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൽ അറിയേണ്ട കാര്യം ഈ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷനും സബ്ട്രാക്ഷനും ആണ് ഓപ്പറേഷനെ പഠിക്കുന്നത്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. 5.2 പ്ലസ് 3.4 ഒരു പ്രോബ്ലം. മറ്റൊരു പ്രോബ്ലം 5.2 പ്ലസ് 3.41 മറ്റൊരു പ്രോബ്ലം. ഓക്കെ, ഈ 2 പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ താഴെ ആഡ് ചെയ്യാം. 5.2 പ്ലസ്, ശ്രദ്ധിക്കുക, ഈ ഡെസിമൽ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ ഡെസിമലും ആ കുത്തിനെയാണ് നമ്മൾ ഡെസിമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡെസിമൽ പോയിന്റ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഈന്റെ കുത്തിന്റെ നേരെ താഴെ തന്നെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ കുത്തും വരണം. അപ്പൊ എന്താ പറയുക? കുത്തിന് 4 ഇപ്പുറം 3 ഇപ്പുറം. ഇപ്പൊ 3.4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ കണക്ക് തീർന്നു. 2 4 6 5 3 8. ഇതേ കുത്ത് ഇവിടെ നേരെ താഴെ ഇട്ട് കൊടുത്താൽ മതി. ആൻസർ സാധാരണ നമ്പർ എഴുതുന്നവർ എഴുതുക, അതേ ഡോട്ട് താഴെ എഴുതുക. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം നോക്കിയാൽ 5.2. ഇവിടെ നോക്കിയാൽ 3.41. കുത്തിന് നേരെ താഴെ കുത്ത് വേണം. ഞാൻ പറഞ്ഞല്ലോ, കുത്ത് വേണം. അപ്പൊ ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 1 വരും. ഡൗട്ട് ഇല്ലല്ലോ. കുത്തിന് നേരെ കുത്തുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടില്ല കുട്ടികളുടെ 0 ചേർത്ത് കൊടുക്കുക. വെറുതെ എല്ലാം ഫില്ലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 0 വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ 0 1 1 അല്ലെ 0 ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1ന് എഴുതുക. 2 4 6. 1ന് ഇവിടെ ആരും കൂട്ടാനില്ല. പിന്നെ 5 3 8. ഇതേ താഴെ ഇവിടെ എഴുതിയാൽ മതി. കൂട്ടാൻ ഇപ്പൊ എല്ലാ കുട്ടികളും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒറ്റൊരു കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ സബ്ട്രാക്ട് ചെയ്യും. 5.2 3.4 കുറക്കുന്നു. അപ്പോൾ നമുക്ക് വരുന്നത് 5.2 താഴെ എഴുതി കുറക്കണം. 3 കുത്തിന് നേരെ താഴെ കുത്ത് വരണ്ടേ? അപ്പൊ നമ്മൾ സാധാരണ 52 34 എങ്ങനെയാണോ കുറക്കുക അതേപോലെ ചെയ്താൽ മതി. 2ന് 4 കുറക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 12 ആവും. ഇപ്പൊ ഇത് 4 ആവും അല്ലെ? ഇത് 4 ആവുമല്ലോ. അപ്പൊ 12ന് 4 പോയാൽ നമുക്ക് 8 കിട്ടും. ഈ 4ന് 3 പോയാൽ നമുക്ക് 1 കിട്ടും. ഇതേ ഇതിൽ താഴെ കുത്തിട്ടാൽ നോ പ്രോബ്ലം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അതേമാതിരി തന്നെ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണെങ്കിൽ ഇപ്പൊ ഇത് സബ്ട്രാക്ഷൻ ആണ് വരുന്നതെന്ന് വിചാരിച്ചോ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 0 വേണം കൊടുക്കാം. ഓക്കെ, 0 കൊടുത്തിട്ട് എന്ത് ചെയ്യാം? സബ്ട്രാക്ട്. ഓക്കെ, ഇവിടെ കുറക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ 520 341 കുറക്കുന്ന മാതിരി ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 0ന് 1 കുറക്കാൻ പറ്റില്ല. ഇത് 10 ആക്കും. അപ്പൊ 2 ഇത് 1 ആവും. ഓക്കെ, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ 10 1 പോയാൽ 9. അപ്പൊ 1 4 പോകാൻ കഴിയില്ല. അപ്പൊ എന്താവും? ഇവിടുന്ന് 1 അങ്ങോട്ട് എടുക്കും. അപ്പൊ ഇത് 4 ആവും. ഈ 1 എത്രയാവും? 1 1 2 ആവും. ഓക്കെ, 1 എത്രയാവും? 11 ആവും. 11 4 പോയിട്ട് നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. 4ന് 3 പോയാൽ 1 കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? ഈ കട എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്താൽ നമുക്ക് എന്തായി? ഇതിന്റെ ആൻസർ ആയി. ഇനി ചിലപ്പോൾ ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: 5 - 3.21. 5 - 3.21. അപ്പോൾ ചില കുട്ടികൾ ബേജാറാവും. ഒരു ബേജാറുമില്ല. അപ്പൊ 5ന് ഡെസിമൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5ന് ഡെസിമൽ അങ്ങ് കൊടുത്താൽ മതി. എന്താ ഞാൻ 2 0 കാരണം ഇവിടെ 2 നമ്പർ ഉണ്ടായതുകൊണ്ടാണ്. ഒരു നമ്പറേ ഉള്ളെങ്കിൽ ഒരു 0 ഉള്ളൂ. -3.21 കുത്തിന് നേരെ താഴെ. അപ്പൊ 500ന് 321 കുറക്കുന്ന മാതിരി നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇത് 10 ആവും. ഇത് എത്രയാവും? ഇത് 9 ആവും. ഇത് എത്രയാവും? ഇത് 4 ആവും. കട എടുത്തിട്ട് പറയില്ല. നമ്മൾ 10 1 പോയാൽ
9, 9 2 പോയാൽ 7, 4 3 പോയാൽ 1. അപ്പോൾ നമുക്ക് ആൻസർ 1.79 കിട്ടും. വെറും നമ്പർ എന്ന് കുറക്കുമ്പോൾ നമ്മൾ എത്ര ഈ കുറക്കേണ്ടതിന് എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും പോയിന്റ് ഇട്ടിട്ട് 0.0 എഴുതും. ഓക്കെ, ഇനി 3 - 1.204 ആണെങ്കിൽ നമ്മൾ എഴുതും 3.000 -1.204 എഴുതും. എന്നിട്ട് നമ്മൾ സാധാരണ 3000 നിന്ന് 1204 കുറക്കുന്നത് പോലെ നമ്മൾ കുറക്കും. 3000 1204 കുറക്കുന്നത് മാതിരി കുറക്കും. എന്നിട്ട് നേരെ കുത്തിരി നേരെ താഴെ കുത്തും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇപ്പൊ ഈ പ്രോബ്ലം കുറക്കുമ്പോൾ ഇവിടെ എന്താവും? ഇവിടെ നമ്മൾ കണ്ടെത്തിയത് 10 ആവും, ഇത് 9 ആവും, ഇത് 9 ആവും, ഇത് എത്രയാവും? 2 ആവും. 10 നിന്ന് 4 പോയാൽ 6, 9, 2. പിന്നെ നമുക്ക് ഇവിടെ 80 2 പോയാൽ 7, 2 നിന്ന് പോയാൽ 1. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് 14 പോയാൽ 6 ആണ്, സോറി 14. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് 2 കൂട്ടി നോക്കി മേലത്ത് 6 4 10 കറക്റ്റ്. 1 1 10 കറക്റ്റ്. അത് 1 7 2 10 കറക്റ്റ്. 1 1 2 1 3 കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 1.796 എന്ന് പറയുന്ന രീതിയിലുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഡെസിമൽ നമ്പർ കൂട്ടാനും കുറക്കാനും ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒറ്റ കാര്യം മാത്രം, ഡെസിമലിൻ്റെ നേരെ താഴെ ഡെസിമല് വേണം എന്ന് മാത്രം. ഡെസിമൽ ഇല്ലാത്ത നമ്പറിൻ്റെ കൂടെ ഡെസിമൽ നമ്പർ കൂട്ടുമ്പോൾ ആ ഉള്ള ഡെസിമലിൽ എത്രയുണ്ടോ അത്രയും ഡോട്ട് ഇട്ട് ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 00 അങ്ങ് ചേർത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ നമ്പറാണ് പ്രശ്നമില്ല. ഇനി നമുക്ക് ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോക്കൂ കുട്ടികളെ, ഇപ്പൊ 0.2 ഇൻറ്റു 0.3 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അത്രയും വിഷം ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ 2നെ 3 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് 6 കിട്ടും. അപ്പോൾ ഉത്തരം ധൈര്യത്തിൽ 6 കുറച്ച് വലത്ത് വിട്ടിട്ട് എഴുതുക. പിന്നെ അതിനുശേഷം ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 1 ഡെസിമൽ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 1. ഈ 1 1 കൂട്ടിയാൽ എത്ര കിട്ടും? 2 ഡെസിമൽ കിട്ടും. 2 ഡെസിമൽ കിട്ടും. അപ്പോൾ 2 ഡെസിമലിന് സ്ഥാനം കൊടുക്കണം. അപ്പോൾ ഇവിടെ കുത്തിട്ടാൽ മതിയോ? ഇല്ല. ഇവിടെ കുത്തിട്ടാൽ 1 ഡെസിമൽ പോയിന്റ് വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 0 ചേർത്തിട്ട് ഇവിടെ കുത്തണം. ഇത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന 0 ഈ മുമ്പിൽ ഇട്ടാൽ മതി. ഈ 0 ഇടുന്ന നിർബന്ധമൊന്നുമില്ല. 0 ഇടുന്നത് ഇവിടെ പോയിന്റ് എടുത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ 0.06 കിട്ടും. നോക്കൂ, 0 ഈ നോക്കി അടുത്ത നമ്പർ 1.2 ഇൻറ്റു 0.002 ഇൻറ്റു 0.3 ഇങ്ങനത്തെ ഒരു നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചോ. നിങ്ങൾ ഒന്നും ബേജാറാവണ്ട. നമ്മൾ ആദ്യം ആര് ചെയ്താൽ മതി? 12 ഇൻറ്റു 2 ഇൻറ്റു 3 അങ്ങ് ചെയ്യുക. 12 2 3 ഡെസിമലിന് ഇവിടെ ഓർമ്മിക്കാൻ വേണ്ട. 12 2 24, 24 3 കൊണ്ട് കുടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 72 കുറച്ച് വലത്തോട്ട് എഴുതുക. ഇനി എത്ര ഡെസിമൽ ഉണ്ട് നോക്ക്? ഇവിടെ 1 ഡെസിമൽ, ഇവിടെ 3 ഡെസിമൽ. കണ്ടില്ലേ? 3 ഡെസിമൽ, ഇവിടെ 1. അപ്പോൾ 1 3 4 1 എത്ര ഡെസിമൽ? 5 ഡെസിമൽ, 5 ദശാംശം. അപ്പൊ 5 ദശാംശം വേണം. ഇവിടെ കുത്തിട്ടാൽ എത്രയാവുള്ളൂ? 2 ആവുള്ളൂ. കറക്റ്റ് അല്ലേ? ഇടത്തോട്ടാണ് 2 കേട്ടോ, വലത്തോട്ടല്ല കുത്തിട്ടുണ്ടേ, ഇടത്തോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് കുത്തിട്ടാൽ 2 വരുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ കുത്തിട്ടാൽ 3 വരും. ഇപ്പൊ ഇവിടെ കുത്തിട്ടാൽ 4 വരും. എത്ര വേണം? 5 വേണം. അപ്പൊ ഇവിടെ കുത്തിട്ടിട്ട് ഇവിടെ ഇടും. അപ്പൊ ഇപ്പൊ എത്രയായി? 5 1 2 3 4 5. അപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത് 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഡെസിമലിന് നമുക്ക് ഏത് നമ്പറും എത്ര വലിയ നമ്പർ ആയാലും കുഴപ്പമില്ല, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. കറക്റ്റ് മനസ്സിലായല്ലോ? അപ്പോൾ കൂട്ടലായി, കുറക്കലായി, മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കലുമായി. ഇനി നമുക്ക് വേണ്ടത് ഡിവിഷനാണ്. ഡിവിഷന്റെ കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ആയി. നോക്കൂ കുട്ടികളെ, ഇതാ 1.2/3. 1.2/3 പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 12/3 ഉത്തരം എഴുതുക 4. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വരും? 4 വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, താഴെ ഡെസിമൽ ഇല്ല, മേലെ 1 ഡെസിമൽ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന് 1 ഡെസിമൽ കൊടുത്താൽ, മേലത്തെ 1 ഡെസിമൽ കൊടുത്താൽ അതിന്റെ ആൻസർ ആയി 0.4. ഇനി നോക്ക്, ഇപ്പൊ 0.24/2 ഇങ്ങനെയാണ് ചോദിച്ചോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 24 2 കൊണ്ട് ഹരിക്കുക. നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇവിടെ എത്ര ഡെസിമൽ? 2. താഴെ ഡെസിമൽ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇതിന് 2 കൊടുത്താൽ മേലെ ഡെസിമൽ ഉണ്ടെങ്കിൽ ആ ഡെസിമൽ തന്നെ ആൻസർ കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. കറക്റ്റ് പഠിച്ചു വെക്കണം. നോട്ട് എഴുതുന്ന കുട്ടികൾ ഞാൻ ഈ പറയുന്നത് അവിടെ എഴുതി വെക്കുമ്പോൾ കേട്ടോ,
ന്യൂമറേറ്ററിൽ മാത്രം മുകളിൽ മാത്രമാണ് ഡെസിമൽ എങ്കിൽ അതേ ഡെസിമൽ തന്നെ ആൻസറിനും കൊടുക്കണം. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റാണ് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറയാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരാം. ഇപ്പൊ 12/0.3 12/0.3 ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 12നെ 3 കൊണ്ട് ഹരിക്കുക. നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. കറക്റ്റ് അല്ലേ? 4 കിട്ടും. ഇവിടെ മേലെ ഡെസിമൽ ഇല്ല, താഴെയാണ് ഡെസിമൽ ഉള്ളത് അല്ലേ? താഴെയാണ്. മേലെ ഡെസിമൽ ഉണ്ടെങ്കിൽ അതേ ഡെസിമലിന് കൊടുക്കാറില്ല. താഴെയാണ് ഡെസിമൽ എങ്കിൽ ഇതിന് എത്ര? ഒരു ഡെസിമലിൽ ഉള്ളത്. ഇപ്പൊ ഈ ആൻസറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 0 ചേർത്താൽ മതി. 10 കൊണ്ട് ഒന്നുകിൽ ഒരു ഡെസിമൽ താഴെ 10 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ഒരു ഡെസിമൽ ഉണ്ടായതുകൊണ്ട് ഒരു 0 കൊടുക്കുക. അപ്പൊ ഉത്തരം 40 എന്ന് കിട്ടും. ഇപ്പൊ താഴെ മാത്രമാണ് ഡെസിമൽ എങ്കിൽ എത്ര ഡെസിമൽ ഉണ്ടോ അത്ര 0ന്റെ കൂടെ ചേർത്താൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 24/0.03 വിചാരിച്ചോ. 24/0.03 സിമ്പിൾ ആണ്, ഓർമ്മിക്കണേ. 24/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും 8 എന്ന് കിട്ടും. ഓക്കെ, മേലെ ഡെസിമൽ ഇല്ല, താഴെ 2 ഡെസിമൽ ഉണ്ട്. 2 ഡെസിമൽ ഉണ്ടാകുമ്പോൾ ഒന്നിക്കൽ 100 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 2 0 ചേർക്കുക. താഴെ എത്ര ഡെസിമൽ ഉണ്ടോ അത്ര 0 ചേർക്കുക. മേലെ എത്ര ഡെസിമൽ ഉണ്ടോ അത്ര ഡെസിമൽ കൊടുക്കുക. മേലെ ഡെസിമൽ ആണെങ്കിൽ ആ ഡെസിമലിനെ കൊടുക്കുക. താഴെ മാത്രമാണ് ഡെസിമൽ എങ്കിൽ എന്ത് ചെയ്യുക? എത്ര ഡെസിമൽ ഉണ്ടോ അത്ര 0 കൊടുക്കുക. ഐഡിയ മനസ്സിലായല്ലോ? ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അല്ലെ, താഴെ മാത്രമാണ് ഡെസിമൽ എങ്കിൽ എത്ര ഡെസിമൽ നമ്പർ ഉണ്ടോ അത്രയും 0കൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന് കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് തീർന്നു. എന്താണ് ആ കാര്യം? സാർ, മേലെയും താഴെയും ഡെസിമൽ വന്നാലും എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, സമ്മതിച്ചു. ഇപ്പൊ 1 പോയിന്റ് ശ്രദ്ധിക്കൂട്ടെ, 1.2/0.06 1.2/0.06. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മേലെ എത്ര ഡെസിമൽ? 1. താഴെ എത്ര ഡെസിമൽ? 2. എവിടെയാണ് കൂടുതൽ? താഴെ. എത്ര കൂടുതൽ? 1. അപ്പൊ 2 - 1 ആണ് അധികം വരുന്നത് അല്ലെ? 1 അധികം താഴെ, താഴെ 1 അധികം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ ആ 2 ഇവിടെ എഴുതി വെക്കാം. ഇനി താഴെയല്ലേ അധികം ഉള്ളത്? താഴെ വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു 0 ചേർക്കണം അല്ലെ? താഴെ ഡെസിമലാണ് ഉള്ളതെങ്കിൽ ഒരു 0. ഇവിടെ താഴെയാണ് 1 അധികം ഉള്ളത്. ആ അധികം 1 താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? അതിന് ഒരു 0 കൊടുത്താൽ ആൻസർ ആയി. ഓക്കെ, സിമ്പിൾ അല്ലേ? നേരത്തെ താഴെ മാത്രം വരുമ്പോൾ നമ്മൾ 0 കൊടുത്തില്ലേ? മേലെ ഇല്ലാത്തത് കൊണ്ടാണ്. മേലെ താഴെ ഉണ്ടെങ്കിൽ താഴെയാണ് അധികം വരുന്നതെങ്കിൽ എത്ര അധികം ഉണ്ടോ അത്ര 0 കൊടുക്കുക. 1 അധികം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 0 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ 1.2/0.003 ആണ് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടി. നമ്പർ മാത്രം ഡെസിമൽ നോക്കുന്നില്ല, മുമ്പിലത്തെ 0 ഒന്നും നോക്കുന്നില്ല. നമുക്കറിയുന്ന നമ്പറിനെ മാത്രം 12/3 4 കിട്ടി. ഇനി എത്ര? മേലെ എത്ര ഡെസിമൽ? 1. താഴെ എത്ര ഡെസിമൽ? 3. അപ്പൊ എത്ര അധികം താഴെ? 2 അധികം അല്ലെ? 2 അധികം ഉണ്ടാകുമ്പോൾ 2 0 ചേർത്താൽ അതിന്റെ ആൻസറായി. 2 അധികം വരുമ്പോ 2 0 ചേർക്കുക. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിയേ. ഡിവിഷൻ നമ്മൾ 100 കൊണ്ടോ 10 കൊണ്ടോ അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യം ഇല്ല. അപ്പൊ ഇനി നേരെ തിരിച്ചിട്ട് ഞാൻ പറയാം. ഇങ്ങനെ വരുന്ന വിചാരിച്ചോ, 0.12/0.4. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക നോക്കിയേ. ഇവിടെ മേലെയാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യാം. 12നെ 4 കൊണ്ട് ഹരിക്കുക. നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. കറക്റ്റ്. ഇവിടെ മേലെ എത്ര ഡെസിമൽ? 2. താഴെ എത്ര ഡെസിമൽ? 1. അപ്പൊ ഇപ്പുറം അധികം എവിടെയല്ലേ? 1 അധികം എവിടെ? മേലെ. 1 അധികം മേലെ ആയാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 1 ഡെസിമൽ ആയിട്ടാണ് വരിക. അപ്പൊ ആൻസർ 0.3 അല്ലെങ്കിൽ 0.3. മേലെ അധികം വരുമ്പോ ഡെസിമൽ ആയിട്ട് വരും, താഴെ അധികം വരുമ്പോ 0കളായിട്ട് വരും. ഇത്ര മാത്രമേ ഉള്ളൂ. എത്ര സിമ്പിൾ ആ നോക്കിക്കോളൂ. നോക്ക്, 0.3
0.024/0.08 ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഇവിടെ 24/8 എത്ര? 3. അത് കിട്ടിയല്ലോ. എത്ര ഡെസിമല്? 4. എത്ര ഡെസിമല്? 2. ഇവിടെ എത്ര അധികം? മേലെ അധികം 2 അധികം മേലെ 2 അധികം വന്നാല് ഡെസിമൽ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ 2 ഡെസിമൽ സ്ഥാനം വരണം. അപ്പോൾ 0.03 0.03 2 അധികം വന്നതുകൊണ്ട് 2 ഡെസിമല് അവിടെ വന്നു. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വരുന്നത് എന്താ? നിങ്ങൾ ചിലർ കുട്ടികൾ വിചാരിക്കുന്നുണ്ടോ, സർ ഇങ്ങനെ വന്നാലോ? ഓക്കെ, 0.8/0.2. അപ്പൊ നമ്മൾ 8/2 എത്ര? നമുക്ക് 4 ഇവിടെ എത്ര ഡെസിമല്? 1. ഇവിടെ എത്ര ഡെസിമല്? 1. എവിടെയെങ്കിലും കൂടുതലുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും ചെയ്യണ്ട, 0 ചെയ്യണ്ട, ഡെസിമലും ഇടണ്ട. ആൻസർ എത്ര? 4 തന്നെ. ഇപ്പൊ മേലെ താഴെയും ഈക്വൽ ആണെങ്കിൽ വെറും നമ്പർ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ 0.12/0.03 ഉത്തരം 12/3 4. 2 ഇവിടെ 2 ഇവിടെ ഈക്വൽ. അപ്പൊ ആൻസർ 4 തന്നെ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഡിഫറൻസ് മേലെ കൂടുതലെങ്കിൽ ഡെസിമൽ കൊടുക്കുക, ഡിഫറൻസ് താഴെയാണ് കൂടുതലെങ്കിൽ 0 കൊടുക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം മേലെയാണോ കൂടുതലാണോ നോക്കിയിട്ടാണ് ഡെസിമലോ 0. അത് പഠിച്ചു വെച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ഇത് പല കുട്ടികൾക്കും ഡൗട്ട് ഉള്ളതിന്റെ ഏറ്റവും എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് വരുന്നത് വെച്ചാൽ, ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞ സ്ക്വയർ പഠിക്കുന്നുണ്ട്. ആ സ്ക്വയർ പഠിക്കുമ്പോൾ അവർക്ക് വരുന്ന കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ചെറിയ കുട്ടികൾ ഇത് കാര്യം പഠിക്കാനായിട്ടില്ല. ഇപ്പൊ 0.3 സ്ക്വയർ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ 3യുടെ സ്ക്വയർ 9 എഴുതുക. ഇവിടെ 1 ഡെസിമലാണെങ്കിൽ അതിന്റെ സ്ക്വയറിൽ അതിന്റെ ഇരട്ടി ഡെസിമൽ ഉണ്ടാവും. 0. സ്ക്വയർ വരുമ്പോൾ ഇരട്ടി ഡെസിമല്, ഡബിള് 2 ടൈംസ് വരും. അപ്പോൾ 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 0.25. 1 ഡെസിമലിന് 2 ഡെസിമൽ സ്ക്വയർ ആണ് എഴുതി. ഇനി 0.03 ഹോൾ സ്ക്വയർ ആണെങ്കിൽ 3ന്റെ സ്ക്വയർ 9. 2 അവിടെ ഇത്. അതിന് 2 ഇരട്ടി എത്ര വരിക? 4. അപ്പൊ 4 ഇത്രയും അതിന്റെ ആൻസർ വരും. 0.009. ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ വരുമ്പോൾ ഉള്ളതിന്റെ ഇരട്ടി ഡെസിമൽ പോയിന്റ് വരും എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അതേപോലെ തന്നെ റൂട്ട് വരുമ്പോൾ നേരെ തിരിച്ചിട്ട് √0.09 ഇങ്ങനെ വരുമ്പോൾ 9ന്റെ റൂട്ട് എഴുതുക. ഇത് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കേ കിട്ടുള്ളൂ. √0.09 പറഞ്ഞാൽ 3 വരും. 9ന്റെ 3 വരും. 2 ഡെസിമൽ വരുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ടില് ഒറ്റ ഡെസിമൽ വരും. 0.03. ഏത് മാതിരി? സ്ക്വയറിൽ ഡബിൾ വരുമ്പോൾ സ്ക്വയർ റൂട്ടിൽ നേരെ പകുതി. കറക്റ്റ് അല്ലേ? ഇത് നേരെ റിവേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആണ്. അപ്പോൾ √0.25 എന്ന് പറഞ്ഞാൽ 25ന്റെ 5. 2 ഡെസിമലിന് പകരം ആൻസറിൽ 1 ഡെസിമൽ. റൂട്ട് വരുമ്പോൾ നേരെ പകുതിയാണ് ആൻസറിൽ വരുന്നത്. സ്ക്വയർ വരുമ്പോൾ ഉള്ളതിന്റെ നേരെ ഡബിൾ. ഓക്കെ, ഇത്ര പോലെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. ഓക്കെ, യെസ്, അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ എഴുതാം. 12.7 Okay, multiplication.
യെസ്, ഇത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ എഴുതുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. ബൈ.